നമ്മുടെയൊക്കെ ഫാക്ടറികളിലും വലിയ വലിയ നിർമ്മാണശാലകളിലുമൊക്കെ ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ ശക്തിയാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. അപ്പോൾ എന്താണ് ഈ ടെക്നോളജി? ഈ ഒരു വലിയ കളിയിൽ ഇന്ത്യ എങ്ങനെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനാകുന്നു? നമുക്കൊന്ന് നോക്കാം. 9.8%. വെറുതെ ഒരു സംഖ്യയാണെന്ന് തോന്നാമല്ലേ? പക്ഷേ ഇതൊരു ചെറിയ സംഖ്യയല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ വർഷവും ഏകദേശം 10% വെച്ച് വളരുന്ന ഒരു ഗ്ലോബൽ മാർക്കറ്റ്. അതാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. നമുക്ക് ചുറ്റും നടക്കുന്ന, എന്നാൽ നമ്മളിൽ പലരും ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വലിയ മുന്നേറ്റം. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ 5 പ്രധാന കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഗ്ലോബൽ ലെവലിലുള്ള ഈ ഒരു കുതിപ്പിനെപ്പറ്റി സംസാരിക്കും. പിന്നെ ഇതിന് പിന്നിലുള്ള പുതിയ ടെക്നോളജികളെ പരിചയപ്പെടാം. അതിനുശേഷം ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും സാധ്യതയെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം ഓട്ടോമേഷന്റെ ഭാവി എന്തായിരിക്കുമെന്ന് നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലോകമെമ്പാടും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ പറയുന്ന ഓട്ടോമേഷൻ തരംഗം അതങ്ങോട്ട് പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫാക്ടറികളിലും മറ്റ് വ്യവസായശാലകളിലുമൊക്കെ അവിടെ മനുഷ്യന്മാർ ചെയ്യുന്ന ജോലിയുടെ ഭാരം കുറച്ചിട്ട് ആ സ്ഥാനത്ത് യന്ത്രങ്ങളെയും കമ്പ്യൂട്ടറുകളെയും ഒക്കെ ഉപയോഗിക്കുക. എന്തിനാണെന്നല്ലേ? കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും എഫിഷ്യൻ്റായും ചെയ്യാൻ വേണ്ടി തന്നെ. പക്ഷേ ഈ വളർച്ച എല്ലായിടത്തും ഒരുപോലെയല്ല കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ പവർ ഹൗസ് അല്ലെങ്കിൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഏഷ്യ പസഫിക് റീജിയനാണ്. ചൈന, ഇന്ത്യ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ അവർ സ്മാർട്ട് മാനുഫാക്ചറിംഗിൽ ഭയങ്കരമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്ന കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ വിപ്ലവത്തിന് പിന്നിലെ യഥാർത്ഥ താരങ്ങളെ പരിചയപ്പെടാം. അതായത് ഈ പുതിയ ടെക്നോളജിക്കൽ വർക്ക് ഫോഴ്സിനെ. ഇൻഡസ്ട്രിയൽ റോബോട്ടുകളുടെ കാര്യം തന്നെ നോക്കിയേ. അവയുടെ വാർഷിക വളർച്ചാ നിരക്ക് എത്രയാണെന്നറിയോ? 12%. ഓർക്കണം, ഇത് ഓട്ടോമേഷൻ മാർക്കറ്റിന്റെ ആവറേജ് ഗ്രോത്തിനേക്കാളും എത്രയോ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ, ഈ പുതിയ തൊഴിൽ സേനയിലെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് റോബോട്ടുകൾ തന്നെയാണ്. വാഹന നിർമ്മാണ രംഗത്താണ് ഓട്ടോമേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതെങ്കിലും സംഭവം അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന മരുന്നുകൾ, നമുക്ക് കിട്ടുന്ന കറണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓട്ടോമേഷൻ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ സ്വാധീനമുണ്ട്. എന്നാൽ എല്ലാ കമ്പനികളും ഒരേ വഴിയിലൂടെയല്ല ഓട്ടോമേഷനിലേക്ക് പോകുന്നത്. 2 പ്രധാന വഴികളുണ്ട്. ചിലർക്ക് ഒരു റെഡിമെയ്ഡ് ഷർട്ട് കടയിൽ നിന്നും വാങ്ങുന്ന പോലെയാണ്. അതായത് ഓൾറെഡി ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻസ്. ഇത് പെട്ടെന്ന് ഉപയോഗിച്ച് തുടങ്ങാം, തുടക്കത്തിലുള്ള ചിലവും കുറവായിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയല്ല. അവർക്ക് ഒരു തയ്യൽക്കാരനെ കൊണ്ട് കറക്റ്റ് അളവിൽ ഷർട്ട് തയ്പ്പിക്കുന്നത് പോലെ അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത വളരെ കോംപ്ലക്സ് ആയ സിസ്റ്റംസ് വേണ്ടിവരും. ഇതുവരെ നമ്മൾ ഗ്ലോബൽ കാര്യങ്ങളാണല്ലോ സംസാരിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിക്കാം. കാരണം ഇവിടെയാണ് ഏറ്റവും വലിയ അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ ലോകം മുഴുവൻ ഓട്ടോമേഷനിലേക്കിങ്ങനെ കുതിക്കുമ്പോൾ ഒരു ചോദ്യം വരും. വളർച്ചയ്ക്ക് ഏറ്റവും വലിയ അവസരമുള്ള ഒരു സ്ഥലം എവിടെയായിരിക്കും? ആ ചോദ്യമാണ് നമ്മളെ നേരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഉത്തരം വളരെ വ്യക്തമാണ്: ഇന്ത്യ. ഇവിടെ ഓട്ടോമേഷൻ മാർക്കറ്റ് കുതിക്കാൻ പോകുന്നത് ഏതാണ്ട് 14.3% വാർഷിക വളർച്ചയോടെയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഗ്ലോബൽ ആവറേജ് 9.8%. അതിനേക്കാൾ എത്രയോ മുകളിലാണ് ഇത്. ഈ അവസരം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഈ കണക്ക് കാണുമ്പോൾ മനസ്സിലാകും. ചൈനയിൽ 10,000 തൊഴിലാളികൾക്ക് ഏകദേശം 400 റോബോട്ടുകളുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് വെറും 162 മാത്രമാണ്. ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? ആ വലിയ വിടവ് നികത്താൻ തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഓട്ടോമേഷന് എത്രമാത്രം വളരാൻ കഴിയുമെന്ന് ഒന്ന് ഓർത്തുനോക്കൂ. സാധ്യതകൾ ശരിക്കും ഭയങ്കരമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഓട്ടോമേഷന് ഇത്രയധികം സാധ്യതകൾ വരുന്നത്? അതിന് പിന്നിൽ കുറച്ച് പ്രത്യേക കാരണങ്ങളുണ്ട്. നമുക്ക് അവ ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഇന്ത്യയുടെ ഈ കുതിപ്പിന് പിന്നിൽ ഒരു കൂട്ടം ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇൻഡസ്ട്രി 4.0 പോലുള്ള ഏറ്റവും പുതിയ ടെക്നോളജികളെ നമ്മൾ വളരെ വേഗത്തിൽ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ കോവിഡിന് ശേഷം ഗ്ലോബൽ സപ്ലൈ ചെയിനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ? അതും ഇന്ത്യക്ക് ഗുണമായി. അതോടൊപ്പം തന്നെ ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ് പോലുള്ള വ്യവസായങ്ങൾ ഇവിടെ നന്നായി വളരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ തൊഴിൽ ചെലവ് കൂടുന്നതും ജോലിസ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കേണ്ടതും ഓട്ടോമേഷനെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ പോളിസികളും ഈ മാറ്റത്തിന് നല്ലൊരു പുഷ് കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. അത് രാജ്യത്ത് ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിച്ചു. പ്രൊഡക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായും ഓട്ടോമേഷനുള്ള ആവശ്യവും കൂടുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൈകോർത്തു പോകുന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമായിട്ട് നമുക്കിതിനെ കാണാം. ശരി,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത് എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ ഓട്ടോമേഷന്റെ ഭാവി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടും. അപ്പോൾ ഈയൊരു ചർച്ചയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന ആശയം ഇതാണ്. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ലോകം മുഴുവൻ പടരുന്ന ഒരു വലിയ തരംഗമാണ്. ആ തരംഗം ഇന്ത്യയെപ്പോലെ ഉയർന്ന സാധ്യതകളുള്ള ഒരു മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഇന്ത്യയെ മാനുഫാക്ചറിംഗിന്റെ ഭാവിയിലെ ഒരു പ്രധാന കളിക്കാരനായി മാറ്റാൻ പോകുകയാണ്. ഓട്ടോമേഷൻ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഈ പുതിയ വ്യാവസായിക യുഗം കെട്ടിപ്പടുക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും? ആ മുൻനിരയിൽ ഇന്ത്യയ്ക്കൊരു സ്ഥാനമുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.